നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശ്ശൂർ പൂരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പതിവിലും വിപരീതമായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഇപ്പോൾ ബിജു പവിത്രയുണ്ട്, അതായത് പൂരങ്ങളുടെയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്ത ബിജു പവിത്ര. നമസ്കാരം. നമസ്കാരം. എന്ന് വെച്ചാൽ ഈ പൂരം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ രാത്രി 11 മണിയാണ്. സാധാരണഗതിയിൽ പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ പൂരപ്പറമ്പിൽ അല്ലെങ്കിൽ റൗണ്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന് മാറി നിറയെ ഒഴുകാണ്. പകല് പൂരത്തിനുള്ള തിരക്കിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ രാത്രി പൂരത്തിൽ. അതെ, ഒരു കാലത്ത് നമ്മളീ പറയുന്ന പോലെ ഈ പൂരം സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ പൂരം നിർമ്മിച്ചത് അല്ലെങ്കിൽ പൂരത്തിൻ്റെ ഉടയോ എന്ന് പറയുന്നത് ശക്തൻ തമ്പുരാനാണ്. തൃശ്ശൂർ അറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ്റെ പേരിലാണ്. ശക്തൻ തമ്പുരാൻ ഈ പൂരം സംഘടിപ്പിക്കുമ്പോൾ ഒരു ആഘോഷം എന്നതിലുപരി ഇതൊരു വിപണിയും തൃശ്ശൂരിനെ ലോകത്ത് അറിയപ്പെടുക എന്നുള്ള ചിന്തയുടെ പേരിലാണ് പൂരം തുടങ്ങുന്നത്. ആ പൂരം ഇന്ന് അതുക്കും മേലെ ആയിരിക്കുന്നു എന്ന് പറയാം. കാരണം ലോകം മുഴുവൻ ഇന്ന് തൃശ്ശൂരിലേക്ക് ശ്രദ്ധിക്കുകയാണ്. സത്യത്തില് നമ്മളിപ്പോ ഇന്റർവ്യൂ എടുത്തിരിക്കുന്നതില് തൃശ്ശൂരുകാർ കുറവാണെന്നൊരു സംശയം. സത്യമായിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമാണ് ഈ നേരത്ത് ഇപ്പോൾ നമ്മൾ നടന്ന് പരിചയപ്പെടുന്ന ആളുകളിൽ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ എത്ര പേരെ നമുക്ക് ഇവിടെ രാവിലെ നമുക്ക് പൂരത്തിന് വരുമ്പോൾ ടാഗ് ഇട്ടിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കാണാൻ പറ്റും. ഇപ്പോൾ ഒരാളെ ടാഗ് ഇട്ടത് കാണാനില്ല. കാരണം എല്ലാവരും പുറമേ നിന്ന് വരുന്നവരായി മാറിക്കഴിഞ്ഞു. അതെ, പൂരം അങ്ങനെയാണ്. ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ തൃശ്ശൂരിനെ ലോകം ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ പൂരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുമ്പത്തിലെ പൂരം, കുട്ടല്ലൂർ പൂരം, മീനത്തിലെ പൂരം, നമ്മുടെ ആറാട്ടുപുഴ പൂരം, മേടത്തിലെ പൂരം, ഏറ്റവും വലിയ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. 1, 2, 3-ലാണ് 3 പൂരങ്ങളാണ്. പൂരങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്, മേടത്തിലെ പൂരത്തോടു കൂടി. അപ്പോൾ നമ്മളീ പറയുന്ന പോലെ പണ്ട് കാലത്തെങ്ങോ നമ്മൾ കേട്ടിട്ടുള്ളത് വടക്കുന്നാഥനൊരു ഉത്സവം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതങ്ങനെ നിന്നുപോയിത്രേ. പിന്നീട് ഒരു കാരണം കിട്ടാനായിട്ട് ശക്തൻ തമ്പുരാൻ കാത്തിരുന്നു എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഒരു പൂരം സംഘടിപ്പിക്കാനായിട്ട്. കാരണം ഇങ്ങനെ ആറാട്ടുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ മഴ പെയ്തു എന്നും അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് 90 വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് അവിടെ ഇവിടെ കയറി നിന്നെന്നും അതുകൊണ്ട് അയിത്തായിട്ട് ആറാട്ടുപുഴ കയറ്റിയില്ല എന്നും അതിൻ്റെ പേരിൽ പിന്നീട് പൂരം തുടങ്ങിയെന്നൊക്കെയാണ് ഇങ്ങനെ ഐതിഹ്യ ചരിത്രങ്ങൾ പറയുന്നതെങ്കിലും പൂരം സംഘടിപ്പിക്കുന്നത് ഒരു ആഘോഷത്തിൻ്റെ മൂഡിൽ തന്നെയാണ്. ആറാട്ടുപുഴ പൂരത്തിന് ഇതുപോലെ എല്ലാ ചടങ്ങ് നിരന്തരമായ ചടങ്ങുകളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 36 മണിക്കൂർ. ഇപ്പോൾ നമ്മളിപ്പോൾ കുടമാറ്റം കഴിഞ്ഞു, ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിപ്പോൾ നിന്നു. ഇനി തുടങ്ങുകയാണ് രാത്രി വെടിക്കെട്ട് വരെയുള്ള അതേ ആഘോഷം. രാത്രി പൂരമൊന്നും കുറെ ആളുകൾക്ക് അറിയില്ല എന്നൊരു സംശയം. അല്ല, ഇപ്പൊ എല്ലാം അറിയാം. അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് 1-2 കാര്യങ്ങൾ പറയുന്നതിനുപരി വരുന്ന ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചു തരുന്ന അവസ്ഥയിലേക്ക് മാറി. കാരണം എല്ലാ പൂരങ്ങളും അവർക്ക് അറിയുന്ന പോലെ ഇപ്പൊ നമുക്ക് അറിയുന്നില്ല. ഓരോ ചടങ്ങുകൾ ഇപ്പൊ ലാലൂരായാലും അതുപോലെ പനമുക്കപ്പള്ളി ആയാലും അതിലൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ച് തിരക്കാന്ന് പോണ്ട, പക്ഷെ അകലെ നിന്ന് വരുന്ന ആളുകൾ റൂം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം റൂം എടുത്തുകൊണ്ട് വലിയ ചെലവിലാണ് പൂരം ആഘോഷിക്കുന്നത്. നമ്മൾ 10 രൂപ ചെലവില്ലാതെ വീട്ടിൽ നിന്ന് വരുന്നു പൂരം ആഘോഷിക്കുന്നത് വെച്ചാൽ വലിയ ചെലവിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂരത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇത് നഗരത്തിന് നടുക്കാണ്. നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ കാണുന്ന റോഡുകളൊക്കെ പൂരപ്പറമ്പായി മാറിയിരിക്കുന്നു. ഇങ്ങനൊരു കാഴ്ച നമ്മളിപ്പോൾ കുംഭമേള എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷം അതിനപ്പുറത്തേക്ക് മാറുകയാണ് തൃശ്ശൂർ പൂരം. ഇവിടെ വണ്ടികളില്ല, എല്ലാം മാറി. ജനങ്ങൾ ഇങ്ങനെ നിന്ന് പോവാണ്. ഇപ്പൊ മറ്റൊരു ദിവസം വന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും ഇങ്ങനെ നിൽക്കാൻ പറ്റും? അപ്പോൾ വണ്ടി ഇടിച്ച് പോകും എന്ന് പറഞ്ഞ പോലെ ഇത് ഒന്നുമില്ല, എല്ലാം ജനങ്ങൾക്ക് വേണ്ടി. അത് ജനാധിപത്യം വരുമ്പോഴും എന്ന് പറഞ്ഞാൽ രാജാധിപത്യത്തിനും അപ്പുറം ജനാധിപത്യം വരുമ്പോഴും ഇതിന് ഒരു മാറ്റവും ഇല്ലാതെ ഇനിയും എത്രയോ കാലം നമ്മൾ കഴിഞ്ഞ് നമ്മുടെ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ എല്ലാ തലമുറകൾക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു ആഘോഷം മാറ്റി വയ്ക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് അതിൻ്റെ. തീർച്ചയായും. അപ്പോൾ അതെ, പഴയ കാലത്തിലെ അപേക്ഷിച്ച് ഇപ്പോൾ സ്ത്രീകളൊക്കെ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരു പോലീസിൻ്റെ ഒക്കെ ഒരു അല്ല, നഗരം മാറി. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ 59-ലൊക്കെ നമ്മൾ തൃശ്ശൂർ വരുമ്പോൾ പൂരപ്പറമ്പിലൂടെ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആരും നടന്നു പോകാറില്ല. ഇന്ന് കഴിഞ്ഞ കാലത്ത് ഒരു എന്താ പറയുക, തൃശ്ശൂർ മറ്റേ യൂത്ത് ഫെസ്റ്റിവൽ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ തൃശ്ശൂരാണ്. രാത്രി കുട്ടികൾ കിടന്നുറങ്ങുമ്പോഴാണ് ഇവിടുത്തെ ഒരു പോലീസുകാരെ നമ്മൾ വിളിച്ച് പറയുന്നത് കണ്ടറാ തൃശ്ശൂരിൽ. കാരണം അത്രയും വിശ്വാസം ഇവിടെ ജനങ്ങൾക്ക് വരികയാണ്. ആ വിശ്വാസം എടുപ്പിക്കുന്നത് അതിന് എല്ലാവർക്കും പങ്കുണ്ട്. കാരണം ജനങ്ങളുടെ ചിന്താഗതി മാറി, പോലീസിനോട് എല്ലാവരും സഹകരിച്ചു തുടങ്ങി. അതിന് മാത്രം പോലീസുണ്ട്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ പോലീസിങ്ങിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ കാണുന്ന തിരക്ക്.
ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്ത്രീകൾ, കുട്ടികൾ, അത് ഏത് പ്രായക്കാരും വന്ന് നിന്ന് പോകുമ്പോൾ കേൾക്കാതിരിക്കട്ടെ, കാരണം അത് കേൾക്കാൻ പാടില്ല. ആളുകളൊക്കെ മാറി, അതായത് ഒരു ഫാമിലി ആയിട്ട് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തി. അതെ 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 അതെ. പണ്ട് കാലത്ത് പൂരം കാണാൻ ആളുകൾ മാത്രമേ പോകുള്ളൂ. തിരക്കിലൊക്കെ ഒരു പ്രാവശ്യം പെട്ടിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ തൃശ്ശൂരുകാര് പൂർണ്ണമായിട്ടും ഇപ്പോ ഇതിലേക്കൊന്നും എത്തില്ല. ആയി രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോവാം. നമ്മുടെ ഒപ്പം കുതിരാൻമല അമ്പലത്തിലെ ഭാരവാഹി ഉണ്ട്. എന്താണ് പൂരത്തിനെ കുറിച്ച് പറയാനുള്ളത്? പൂരം അടിപൊളിയല്ലേ, ഒന്നും പറയാൻ. പൂരം വിട്ടുള്ള ഒരു പരിപാടി ഇല്ല. കുതിരാൻമല അമ്പലത്തെ കുറിച്ച് പറയുമ്പോൾ പെരുവനം ഗ്രാമത്തിൽ പെടുന്നതാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ. അതിര് കാക്കുന്ന ശാസ്താവാണ്. എന്ന് പറഞ്ഞാല് ഊഴത്ത് ശാസ്താവ്, കുതിരാൻമല ശാസ്താവ്, ഇവിടെ എന്താ പറയാ അകമല ശാസ്താവ്, പിന്നെ ഇടതിരിഞ്ഞ് ശാസ്താവ്. നമ്മുടെ ജില്ലയെ കാക്കുന്ന, അതെ, ജില്ല എന്നല്ല, പഴയ കാലത്ത് ബ്രാഹ്മണ അതിര് കാക്കുന്ന 4 ശാസ്താക്കന്മാരുടെ ഉള്ളിലാണ് പെരുവനം ഗ്രാമത്തിലാണ് ഏറ്റവും അധികം ശാസ്താക്കന്മാർ ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള ഭാഷയിൽ പണ്ട് പറയുന്ന പോലെ ചാത്തന്മാരുള്ളത്, ചാത്തന്മാരെ കൊണ്ടുവരിക എന്ന് പറയില്ലേ, അതുപോലെ മലയാളം വരുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛന് ശേഷം മലയാളം വരുമ്പോഴാണ് ശാസ്താവ് ഉണ്ടാവുന്നത്. അത് മുമ്പ് ചാത്ത മാത്രമേ ഉള്ളൂ. ചാത്തക്കുടം ശാസ്താവാണ്. പൂരാശംസകൾ പറയാം എല്ലാവർക്കും. കുതിരാമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പേരിലും നമ്മുടെ നാട്ടുകാരുടെ പേരിലും എല്ലാവർക്കും എൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും. കണ്ടുകൊണ്ടാവും. നമ്മുടെ ഒരു കുടുംബം ഇവിടെ ഉണ്ട്, നമുക്ക് ചോദിക്കാം. എവിടെയാണ് വീട്? എന്നോട് എൻ്റെ പേര് മീൽ എന്നാണ്. ഞാൻ ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്, പൂരിനെ കുറിച്ചാണോ? പൂരം എവിടെയാ സ്ഥലം? എൻ്റെ വീട് അതായത് കുട്ടിക്കാലങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മൾ ടി വിയിൽ മാത്രമേ കാണാറുള്ളൂ പൂരം. അപ്പൊ എൻ്റെ ഒരു അങ്കിളുണ്ട്, അങ്കിളിന്റെ കട ഇവിടെ അടുത്താണ്. അപ്പൊ അതിന്റെ ഒരു രാത്രി അങ്ങോട്ട് പോയിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് പുലർച്ചെ വെടിക്കെട്ടിന് ആ സമയത്ത് ഏറ്റിട്ടാണ് നമ്മൾ ആ കടയുടെ മുകളിൽ നോക്കി വെടിക്കെട്ട് കാണാം. അതാണ് ഓർമ്മ. പിന്നീട് അതൊരു എനിക്ക് ഭയങ്കര ഒരു ത്രില്ല് കൂടി. പിന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് പല പല ജില്ലകളിലത്തെ കൂട്ടുകാർ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ നമുക്ക് ആകെ അറിയാൻ വെടിക്കെട്ട് ഇത് മാത്രമല്ലോ. അപ്പൊ എനിക്ക് ആകെ വിഷമായി. അപ്പോ അന്ന് എനിക്ക് തോന്നുന്നു 2012 കാലഘട്ടത്തില് തൃശ്ശൂർ പൂരം ഞാൻ ചെറിയ ഇവരുടെ കൂടെ ഇറങ്ങി. എന്നിട്ട് ഞാൻ തലേദിവസം ഇവരുടെ നോട്ടീസ് ഉണ്ട് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച്. ഞാനത് പാറമേക്കാട് തിരുമഴ കംപ്ലീറ്റ് വായിച്ച് അതിന്റെ ചരിത്രം, കാരണം വെച്ചാൽ അവർ ചോദിക്കുമ്പോൾ നമ്മൾ നടക്കണം പാടില്ലേ. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് വർഷം തൊട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. പഠിക്കാൻ വെച്ചാൽ അവരുടെ കൂടെ അത് ഞാൻ അറിയണ ആളുടെ പോലെ ഇന്ന സമയത്ത്. അപ്പൊ ശരിക്കും ഫസ്റ്റ് തുടങ്ങുക ചെമ്പടിയാണ്, പാറമേക്കാടിന്റെ ചെമ്പടിയാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുക. അതിന് മുമ്പ് കിടക്കപ്പൂരങ്ങളുണ്ട്, പല പല അമ്പലങ്ങളിൽ വേറെ കിടക്കപ്പൂരം. ഒരു 10 മണിയോടുകൂടി തുടങ്ങും. അപ്പൊ ഞാൻ ഗൈഡ് വരുടെ ഫ്രണ്ട്സിന്റെ. അപ്പൊ ഞാനിങ്ങനെ പറയും 10 മണിക്ക് ഇങ്ങനെ തുടങ്ങും, ഇന്ന ആനകളാണ്. ഇങ്ങനെ ഇത്ര വലിയ പ്രത്യേകതയാണ്, ഇത്ര ഹൈറ്റ് കൂടിയൊരു വേറെ ആന വേറെ ഇല്ലേ. പിന്നെ ആൾക്കൊരു കണ്ണ് കാണൂല്ലേ രാമേന്ദ്രന്. അപ്പൊ അതാണ്. അപ്പൊ എന്നിട്ട് പോലെ ചോദിക്കാറ് പൂരത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുക. അത് നമ്മളിപ്പോ ഒരാളോട് ചോദിക്കുമ്പോഴേ ആ പൂരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു അഭിമാനം തന്നെയാണ്. അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് 2012 ശേഷമുള്ള പഠനങ്ങളാണല്ലേ. അടിപൊളിയല്ലേ. എന്തായാലും വലിയൊരു സംഭവം കേട്ടോ. എന്താ പേര്? മിലൻ. എവിടെ സ്ഥലം എന്ന് പറഞ്ഞത്? അഞ്ചേരി മരിയ. അല്ല, തൃശ്ശൂർക്കാർ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. വെടിക്കെട്ട് പോലെയല്ലേ നമ്മുടെ ഭാഷ. അപ്പൊ ഈ ഭാഷ സംഭവമാവണതിന് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും ആധികാരികമായിട്ട് ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചാൽ പോലും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. അതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ ഈ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ഒരു വികാരമാവുന്നത്, അത് എല്ലാവരുടെയും വികാരമാവുന്നത് എന്ന് വെച്ചാൽ ശക്തതമ്പുരാനെ അദ്ദേഹം മറ്റേ പുത്തൻപേട്ടയിൽ നിന്നാണ് കുറച്ച് ക്രിസ്ത്യാനികളെ കൊണ്ടുവന്ന് കച്ചവടത്തിന് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം അന്ന് ഇവിടെ എരിഞ്ഞേരി കാർത്തിയായനി ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. എരിഞ്ഞേരി കാർത്തിയായനി ക്ഷേത്രം അവിടെ നിന്ന് മാറ്റിയിട്ടാണ് പുത്തൻപേട്ടയിൽ സ്ഥലം കൊടുക്കുന്നത്. ഒരു അമ്പലം മാറ്റിയിട്ടാണ് സ്ഥലം കൊടുക്കുന്നത്. പിന്നീട് നമ്മുടെ ഈ സരോജ നഴ്സിംഗ് ഹോമിൻ്റെ അവരാണ് എരിഞ്ഞേരി കാർത്തിയായനി ക്ഷേത്രം ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ആ പുത്തൻപേട്ടയിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഇപ്പോഴും തോന്നുന്നു. എണ്ണ കൊടുക്കുന്ന ഒരു ചടങ്ങ് പോലും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പണ്ട് കാലത്ത് ശക്തതമ്പുരാൻ്റെ കാലത്ത് തുടങ്ങിയ കാലത്തുള്ള പോലെ
ഉള്ളൊരു ചടങ്ങ് പോലും ഉണ്ട്. അതൊരു വേറെ എവിടെയും അങ്ങനെ ഒരു ചടങ്ങ് അതായത് ഉണ്ടാവില്ല. ഓരോ ചെറിയ കാര്യത്തിന് പോലും വലിയ വലിയ ചടങ്ങുകളുള്ള ഒരു സംഭവമാണ്. എക്സിബിഷൻ ഒരു അത്ഭുതമാണ്. ഈ എക്സിബിഷനിൽ ഇവിടുത്തെ പൗരപ്രമുഖരെല്ലാവരും കൂടി ചേരിൽ തന്നെയാണ് വരാറുണ്ട്. ഈ നേരത്തൊക്കെ വരാറുണ്ട്. ഇല്ല, ഞാൻ സത്യം പറഞ്ഞ മമ്മിനെ നിർബന്ധിച്ചു കൊടുന്നതാ. കാരണം എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വരാറ്. അപ്പൊ മമ്മി ചെറുപ്പം മുതലേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് പുരുഷന്മാര് മാത്രമേ വരാറുള്ളൂ. അപ്പൊ ആളുടെ അപ്പൻ അങ്ങനെ സമ്മതിക്കാറില്ല. അപ്പൊ മമ്മി വിചാരിച്ചിട്ടുള്ളത് സ്ത്രീകളാരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കിടന്നുറങ്ങും. ഞാൻ പറഞ്ഞു മമ്മി ധൈര്യമായിട്ട് പോയോ, സ്ത്രീകളാണ് പുരുഷന്മാരും കൂടുതൽ ഉണ്ടാവും ഞാൻ പറഞ്ഞു. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ മമ്മിക്ക് എന്താ പറയാനുള്ളത്? രണ്ടു വാക്ക് പറയും. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ പൂരം കാണുന്നത്. കഴിഞ്ഞ കൊല്ലം നേരത്തെയായിരുന്നു, ഇക്കൊല്ലം ഇത്തിരി വൈകി. അപ്പൊ അങ്ങനെ പൂരം പിന്നെ അധികം ഞാൻ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാല് അന്നിപ്പോ കൂട്ടുകാരൻ്റെ കൂടെ വന്നിട്ട് ഈ നമ്മുടെ ഇവിടുത്തെ ചെമ്പട തുടങ്ങിയിട്ട് പിന്നെ നേരെ മടത്തിൽ വരും ബ്രഹ്മസ്ഥ മഠത്തിന്റെ അവിടുന്ന് ആ മടത്തിൽ വരവ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരുന്നിട്ട് പിന്നെ വീണ്ടും ഇലഞ്ഞിത്തറ മേളം, അതിന്റെ ഇടയ്ക്ക് കൂടെ തിരുവമ്പാടിയുടെ മേളം കൂടി ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ രസം. പക്ഷെ അതിന്റെ ഒക്കെ ഓരോരുത്തരും നല്ല താളവും ഇതൊക്കെ ഉണ്ടെന്ന് ആസ്വദിച്ചത് ഞാൻ ആ വർഷമാണ് 2012-13 കാലത്ത്. പിന്നെ ആ വർഷം എനിക്ക് ലാത്തി ചാർജും കിട്ടിയിട്ടുണ്ട്. തിരക്കാണല്ലോ, അപ്പൊ നമുക്ക് അതിന്. എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂര്. നിങ്ങൾ ഇതിനു മുമ്പൊക്കെ പൂരത്തിന് വന്നിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. നമസ്കാരം. തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് തൃശ്ശൂരിലെ എക്സിബിഷൻ. എല്ലാ വർഷത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് വലിയൊരു തിരക്കാണ് രാത്രി പൂരം കാണുന്നതിനും അതുപോലെ എക്സിബിഷൻ്റെ ഒക്കെ മുമ്പിലുള്ളത്. നമുക്ക് മുന്നിലൊക്കെ കണ്ടാറ് ഇവിടേക്ക് ഇരിക്കാൻ തന്നെ ഫില്ലായി. ഇവിടെയൊന്നും ഇത്രയധികം ഒരു റഷായിട്ടുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം ഫാമിലി അടക്കം നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എക്സിബിഷൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ, എവിടെ നിന്നാണ്? വയനാട്ടിൽ നിന്ന്. വാവ്, നിങ്ങൾ എത്ര പേരുണ്ട്? പട്ടാമ്പി. ഇവിടെ വന്ന് ഫ്രണ്ട്സ് ആയതാണ്. അടിപൊളി. പട്ടാമ്പി. അപ്പൊ വിവിധ ദേശങ്ങളിൽ നിന്ന് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. എന്താണ് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളിയാണ്. കുടമാറ്റമൊക്കെ കണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് മനോഹരമായിട്ട്. ഇതിനു മുമ്പ് പൂരത്തിന് വന്നിട്ടില്ല. ഓ, ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. കാരണം റൗണ്ടിലൊക്കെ ഇപ്പൊ നല്ല ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കയറാനായിട്ടില്ലേ? എന്താ ചേട്ടാ പൂരത്തിനെ കുറിച്ച് പറയാനുള്ളത്? ടോപ്പാണല്ലേ? പൂരം രക്ഷയില്ല, പൊളിയാണ്. തൃശ്ശൂർ പൂരം കേരളത്തിൽ നമ്പർ 1 പൂരമാണ്. കാണാനും സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്താ പേര് പറഞ്ഞ? വിനീഷ്. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിരിക്കുക. കുറേ ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയധികം ഒരു റഷ് ഉണ്ടായില്ല. ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു അനുകൂല നിലപാട് അതുപോലെ സേഫ്റ്റിയൊക്കെ ഉറപ്പാക്കിയതിൻ്റെ ഭാഗമാകാം ഇങ്ങനെയൊരു ജനത്തിരക്ക്, അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നത്. എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുന്നവരും ഞാൻ ഇന്ന് രാവിലെ മഠത്തിൽ വരവിന് മഠത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ചടങ്ങുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു പൈതൃക പ്രത്യേകതയാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യരാൽ സ്ഥാപിച്ച 4 മഠങ്ങൾ. അതിലിപ്പോൾ 3 മഠങ്ങളാണുള്ളത്. അതിൽ നടുവിൽ മഠത്തിലും ബ്രഹ്മസ്വ മഠത്തിലുമാണ് പൂജയുള്ളത്. നടുവിൽ മഠത്തിൽ ഇറക്കി ബ്രഹ്മസ്വ മഠത്തിൽ വേദം പഠിക്കുന്ന കുട്ടികൾ തടമ്പ് എഴുന്നള്ളിച്ചിരുത്തി അതിന് മുമ്പിൽ വേദം ചൊല്ലുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ചടങ്ങിന് നമ്മൾ ആദ്യം ഒരു 5-8 വർഷം മുമ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞാനും നീയും എന്നൊക്കെ പറഞ്ഞ പോലെ 2 ആളുണ്ടായിരുന്നു ഈ ചടങ്ങിന്. ഇന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ സൗഹൃദമുള്ള കാരണം അവരുടെ കയ്യിൽ ക്യാമറ കൊടുത്ത് വിട്ടിട്ടാണ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഏറ്റവും ചെറിയ ചടങ്ങ് എന്ന് പറഞ്ഞാൽ പുറലോകത്തെത്താത്ത പോലുള്ള ചെറിയ ചടങ്ങുകൾക്ക് പോലും ജനക്കൂട്ടം അല്ലെങ്കിൽ ജനസഹസ്രം വന്ന് ചേരുകയാണ്.
അത് പൂരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. പൂരം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 4-5 വർഷം കൂടി കഴിയുമ്പോൾ തൃശ്ശൂർക്ക് വരാൻ പറ്റാണ്ടാവും. മണ്ണൂത്തിയും അതുപോലെ തന്നെ പാലിക്കരിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അതെ എന്താ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുന്നോളം നടന്നു വരേണ്ട ഒരു അവസ്ഥ വരും ഒരു മറ്റേ പ്രത്യേക വാഹനങ്ങൾ ഷട്ടിലടിക്കുന്ന സ്ഥിതിയിലേക്ക് മാറേണ്ടി വരും. കാരണം പൂരം അങ്ങനെ വലുതായി പൂരം ഒരു വികാരമായി മാറുകയാണ്. അതെ, പൂരം തീരുന്നില്ല, പൂരത്തിന്റെ ആഘോഷങ്ങളും തീരുന്നില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയും അവസാനിക്കുന്നില്ല. കാരണം കാഴ്ചകൾ തീർന്നാലല്ലേ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാഴ്ചകൾ തീരാത്ത ഈ പൂരത്തിന് ഇനിയും കാഴ്ചകൾ തുടർന്ന് കാണുന്നുള്ള പ്രതീക്ഷയിൽ ഈ കാഴ്ചകൾ ഇങ്ങനെ തുടർന്ന് പോകട്ടെ, യാതൊരു വക പ്രശ്നങ്ങളില്ലാതെ ഇതുപോലെ പോകട്ടെ എന്നുള്ള സന്തോഷത്തോടു കൂടി തൃശ്ശൂർ നിന്നും രാഹുൽ വാണിയും പറയും, ബിജു ബോയ് ഇത്രയും.